നിന്റെ റബ്ബിനെ കണ്ടെത്താതെ ഈ അലക്കി തേച്ചും കൊണ്ട് നടന്നിട്ടൊരു കാര്യമില്ല. നിന്റെ റബ്ബിനെ കണ്ടെത്തണം. നിന്റെ റബ്ബ് ഈ കാണുന്ന സാധുക്കളുടെ കൂട്ടത്തില. നീ നിന്റെ ഭാര്യയോട് കരുണ കാണിക്കണം. നിന്റെ ഭാര്യയോട് കരുണ കാണിക്കൂല. ഇതൊക്കെ എനിക്കറിയാൻ കാരണം ഞാൻ ദാറുൽ ഖുർആനിൽ വെള്ളിയാഴ്ച ഇരിക്കുമ്പോൾ എത്ര ആൾ വരും. ആ ആളുകളിൽ ഒരു 70% ഭാര്യയും ഭർത്താവും വരിക. അങ്ങനെയാണ്. അതിൽ വളരെ കുടുങ്ങിയാല പെണ്ണ് വരിക. അതിൽ തന്നെ ഒരു 70-75% പെണ്ണുങ്ങളുടെയും വേദനയാണ്. ഭർത്താവ് കരുണ കാണിക്കുന്നില്ല. ബാങ്ക് കൊടുത്ത പായും നിസ്കരിക്കാൻ ഒരു കരുണല്ല. എന്നോട് കരുണ കാണിക്കൂല എന്ന് പറയാം. സ്വന്തം ഭാര്യയോട് കരുണ കാണിക്കാതെ നിസ്കരിക്കാൻ പറ്റുന്ന എന്താ കാര്യം? എന്താ ബാങ്കട് കൊടുത്ത പള്ളികൾ പറയും. സ്വന്തം ഭാര്യ പറയാം, മോത്തോക്കി പറയാം, ഇയാൾക്ക് എന്നോട് കരുണല്ല. മോത്തേക്ക് നോക്കി പറഞ്ഞിട്ടുണ്ട്, പറയും. സ്വന്തം ഭർത്താവിന്റെ മോത്തോക്കി ഭാര്യമാര് പറയും കരുണല്ല. അവൻ മുണ്ടാതിരിക്കും, കാരണം അവനെ അറിയാതെ ഇല്ല. ബാങ്ക് കൊടുത്ത പള്ളികൾ പറയും. എന്നൊക്കെ പറഞ്ഞത് മനസ്സിലായി. ഒരിക്കലേ ഒരു 10-15 ഒരു പെണ്ണ് എനിക്ക് എഴുതിയാച്ചു. ഏതാ പെണ്ണ് കാര്യം ഒന്നും എനിക്കറിയൂല. ആണ് നിങ്ങളെ ക്ലാസ്സിൽ മുന്നിൽ നിൽക്കുന്ന ഒരാളാണ് ഉസ്താദ് എൻ്റെ ഭർത്താവ്. ഒരു മര്യാദക്ക് ചിരിച്ചിട്ട് പേരെന്ന് വർത്താനം പറയില്ല. അപ്പം ഞാൻ ആദ്യമൊക്കെ വിചാരിച്ചിരുന്നു മൂപ്പർക്ക് ചിരിക്കൽ എന്താണെന്ന് അറിയില്ലെന്നാണ്. ഈ പെണ്ണ് എഴുതിയിരിക്കുക. അങ്ങനെ ഞാനൊരു പരിപാടിക്ക്, സ്കൂളിലൊരു പരിപാടിക്ക് രക്ഷകർത്താർ മീറ്റും മറ്റും ഒക്കെ ഉണ്ടായി. ടീച്ചർമാരും മറ്റൊരും ഒക്കെ ഉണ്ട്. അങ്ങനെ ആ പരിപാടിക്ക് ഞാനും ചെന്നു. അപ്പം മൂപ്പരെ ചെറിയും കളിയും വർത്താനം കണ്ടിട്ട് ഞാൻ തമ്മിട്ടു, ഇതിൻ്റെ ഭർത്താവിനെ അല്ലേ. അങ്ങനത്തെ ഒരു മുഖം ചിരിയും കളിയും ഞാൻ മൂപ്പരെ കണ്ടിട്ടല്ല. അപ്പം നിന്റെ ദീനെന്താൽ? നീ ചിരിക്കേണ്ടവർ ചിരിക്കുക, കളിക്കേണ്ടവരോട് കളിക്കുക. കുട്ടികളോട് കളിക്കണമല്ലോ. കുട്ടികൾ ഐക്യരാഷ്ട്രസഭയിൽ പ്രസംഗിക്കാനിരിക്കുമ്പോൾ കുട്ടികളോട് ഇരിക്കാൻ പറ്റുമോ? അല്ല, അങ്ങനെ തന്നെയല്ല. അങ്ങനെയാണ്. കുട്ടികളെ നമ്മൾ തല്ലും. ഇന്നലെ എൻ്റെ മകളെ കുട്ടി എൻ്റെ ഇവിടുന്ന് അങ്ങോട്ട് നുള്ളിയിട്ട് ആ വേദന എപ്പോഴും പോയിട്ടില്ല. അത് ആ കുട്ടിയുടെ കളിയാണ്. ആ കുട്ടി കളിയാണ്. ഉപ്പപ്പാനെ അതിന് ഇഷ്ടമാണ്. അപ്പം അതിനതറിയില്ല ഉപ്പപ്പാക്ക് എത്ര വേദന ഉണ്ടാവും. അതിൻ്റെ കളിയാണ്. അതിന് നമ്മൾ നിന്ന് കൊടുക്കണം. എന്തുകൊണ്ട്? അത് നിന്ന് കൊടുക്കണം. നമ്മുടെ ദീന് അതിൻ്റെ സന്തോഷം. അത് നമ്മളെ മേലെ കൂടി കയറി മറിയും. മനസ്സിലാണ്ട് പറഞ്ഞു. ഒരു രാത്രി ഞാൻ അനസ് പറയാണ്, ഞാൻ റസൂലുള്ളാഹിനെ കാണാൻ ചെന്നു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഈ ഭാഗത്ത് രണ്ടും ജാബിർ തങ്ങളാണോ അനസാണെന്ന് എനിക്ക് ഓർമ്മ. ജാബിർ എന്നെ ഓർമ്മ, റളിയല്ലാഹു അൻഹു. ജാബിർ എന്നെ ഓർമ്മ. ഞാൻ റസൂലുള്ളാഹിന്റെ വാതിൽക്കൽ പോയി മുട്ടി. അങ്ങനെ റസൂലുള്ള വാതിൽ തുറന്നു. നോക്കുമ്പോൾ റസൂലുള്ളാഹിനോട് ഞാൻ സംസാരിക്കാൻ വേണ്ടി പുറത്ത് നിന്നു. റസൂലുള്ളാഹിന്റെ ഈ 2 ഭാഗത്ത് ഒരു പുതപ്പിട്ട് മൂടിയിട്ടുണ്ട്. കഴുത്തിൽ നിന്ന് ഇങ്ങനെ പുതപ്പിട്ടുണ്ട്. ഈ 2 ഭാഗത്ത് തടി കൂടിയതുപോലെ എനിക്ക് തോന്നി. അപ്പം റസൂലുള്ളാഹിക്ക് എന്തോ നീർക്കട്ടോ വന്നതുപോലെ എനിക്ക് ഈ ഭാഗത്ത് തോന്നി. അപ്പം ഞാൻ റസൂലുള്ളാഹിന്റെ ഭാഗത്തേക്ക് തിരിഞ്ഞു നോക്കി. ഫമാദായ റസൂലുള്ളാഹി, എന്താ ഈ ഭാഗത്ത് 2 സൈഡിലും എന്താ കൂടിയത് എന്ന് വെച്ചു. അപ്പോൾ ഹബീബ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫഅസാല, ആ പുതപ്പിനെ റസൂലുള്ളാഹി അവിടെ നീക്കി. അപ്പോൾ ഫൈദാഹു ബിൽ ഹസനി ഫൈദാഹു ബിൽ ഹുസൈൻ. അപ്പം പറ്റി പിടിച്ചിരിക്കുക 2 കുട്ടികൾ ഈ 2 സൈഡിലും. നമുക്ക് മനസ്സിലായി. സുജൂദ് ചെയ്യുമ്പോൾ കുട്ടിയെ തോളിൽ നിറക്കി വെക്കും. സുജൂദ് കഴിഞ്ഞ് ഖിയാമിലേക്ക് പോകുകയാണെങ്കിൽ പിന്നെയും കുട്ടീനെ തോളിൽ കയറ്റി വെക്കും. കുട്ടീനെ തോളിൽ ഇരുത്തിയിട്ട് നിസ്കരിക്കുക. ആര്? നിങ്ങളിപ്പോൾ ആലോചിക്കുന്ന നിസ്കാരം സഹിയാവുമെന്നാണ്. നിസ്കാരം പഠിപ്പിച്ച ആളത് ചെയ്ത് ഒക്കെയാണ് നമ്മൾ വേച്ചാറ്. നമുക്ക് ഭാര്യയോട് ഒരു ചുംബിച്ച് ഓളന്ന് സന്തോഷിപ്പിച്ച് പുറത്തു വന്നാൽ നമ്മൾ ഉളുമുറിയൊന്ന് നമ്മൾ വേച്ചാറ്. ഉളുമുറിഞ്ഞോട്ടെങ്ങായി ഈ തൽക്കാലം ഉളുക്കാൻ വെള്ളം കിട്ടിയില്ല. എന്നാലും ആ ഉളുവിനേക്കാൾ എനിക്ക് കൂലി തിരടിക്കും. കാരണം ആ പെണ്ണ് സന്തോഷിച്ചു. വൈകുന്നേരം വരെ ഭർത്താവിനെ സന്തോഷിപ്പിച്ച് പോയി. പിന്നെ സന്തോഷിച്ചു. വേറൊരു സുറൂറും തുദ്ഖിലുഹു ഫീ ഖൽബിൽ മുഅ്മിൻ, ഒരു മുഅ്മിനായ മനുഷ്യൻ്റെ ഹൃദയത്തിൽ ഇട്ട് കൊടുക്കുന്ന സന്തോഷമാണ് എന്ത്? അതാണ് ദീന്. അതാണ് ദീന്. ഇതെല്ലാം ഇതിൻ്റെ ഉള്ളിലുണ്ട്. അല്ല ദീനിറങ്ങളി അലക്കി തെച്ച സംസ്കാരം നോമ്പ് പറഞ്ഞ് നടക്കണ്ട. അതൊക്കെ വേണം താനും. പിന്നെ എന്താ നമ്മളെ വാതിൽ തുറക്കാത്തത്? മറ്റുള്ള വാതിൽ നമ്മൾ മറ്റുള്ളവർക്ക് പോയി മുട്ടാൻ.
അഹബ്ബു ഇലയ്യ മിൻ അൻ അഅ്തകിഫ ഫീ ഹാദൽ മസ്ജിദ്. ഈ പള്ളിയിൽ ഇഅ്തികാഫ് ഇരിക്കുന്നതിനേക്കാൾ എനിക്ക് നല്ലത് ഒരാളുടെ ആവശ്യം പറഞ്ഞാൽ അയാളെ കൂടെ നടന്നു പോകലാണെന്ന് മുഹമ്മദ് മുസ്തഫ. ഇഅ്തികാഫിൻ്റെ മാസം വരാൻ പോകുകയാണ്. ഇഅ്തികാഫിനേക്കാളും നല്ല കാര്യമുണ്ട്. വല അൻ അംഷിയ, ഞാൻ നടക്കൽ, മഅ റജുലിൻ, ഒരാളോട് കൂടെ, ഫി ഹാജത്തിൻ ലഹു, അവൻ്റെ ഒരു ആവശ്യത്തിന്. ഓന് രാവിലെ വില്ലേജ് പോകണം, നമ്മൾ ഇഅ്തികാഫിന് വന്നതുമാണ്. വില്ലേജിൽ നമ്മൾ പോയി വില്ലേജ് ഓഫീസറോ മറ്റോ ഓഫീസറിലോ ഒരാളെ നമുക്ക് പരിചയമുണ്ട്. ഓൻ കുറേ ദിവസം നടന്നിട്ട് ഓന് കിട്ടിയില്ല, അല്ലെങ്കിൽ ഓനെ നമ്മൾ വന്നാലേ വേഗം കിട്ടും എന്നോനൊരു വിശ്വാസം. അപ്പോൾ നിങ്ങളൊന്ന് വില്ലേജ് ഓഫീസിൽ വരുമോ? നമ്മൾ എന്തിനു വന്നതാണ്? ഇഅ്തികാഫിന് വന്നതാണ്. റമളാൻ മാസമല്ലേ. വല അൻ അംഷിയ, മുസ്തഫ നബി പറയാം, വല അൻ അംഷിയ, ഞാൻ നടന്നു പോകൽ, മഅ റജുലിൻ, ഒരാളോടുകൂടെ, ഫി ഹാജത്തിൻ ലഹു, എഴുതിക്കണം, ഹദീസ് എഴുതിക്കണം കേട്ടോ. വല അൻ അംഷിയ മഅ റജുലിൻ ഫി ഹാജത്തിൻ ലഹു, വല അൻ അംഷിയ, ഞാൻ നടന്നു പോകൽ, നടക്കൽ, നടന്നൊടുക്കൽ, മഅ റജുലിൻ, ഒരാളോടുകൂടെ, ഫി ഹാജത്തിൻ ലഹു, അവൻ്റെ ഒരു ആവശ്യത്തിന്. എൻ്റെ ആവശ്യമില്ല, ഓൻ്റെ ആവശ്യം. എനിക്കൊരു ആവശ്യമില്ല. ഞാൻ ആ വാർഡിൽ മത്സരിക്കാൻ തീരുമാനിച്ചിട്ടില്ല. മത്സരിക്കാൻ വിചാരിച്ചാലൊക്കെ നടന്നു കൊടുക്കും. അതല്ല, എനിക്കതിൽ ആവശ്യമില്ല. ആവശ്യം ആർക്കാണ്? ഞാൻ അവിടെ വിദൂരമായ ആവശ്യം പോലും ഇല്ല. ഓൻ്റെ 4 വോട്ടുണ്ടാക്കണം എന്ന് പോലും എനിക്ക് ഉദ്ദേശമില്ല, ഒന്നുമില്ല. ഫി ഹാജത്തിൻ ലഹു, അവൻ്റെ ഒരു ആവശ്യത്തിന് അവൻ്റെ കൂടെ നടന്നു കൊടുക്കലാണ് അഹബ്ബു ഇലയ്യ, എനിക്ക് ഏറ്റവും ഇഷ്ടം, മിൻ അൻ അഅ്തകിഫ, ഞാൻ ഇഅ്തികാഫ് ഇരിക്കുന്നതിനേക്കാൾ, ഫി ഹാദൽ മസ്ജിദ്, ഈ പള്ളി. ഏത് പള്ളി? മസ്ജിദ് നബവിയിൽ. അങ്ങനെയുണ്ട് 1000 റക്അത്തിനേക്കാൾ നല്ലതെന്നുണ്ട്. പിന്നെ 12 കൊല്ലത്തെ ഇബാദത്തിനേക്കാൾ നല്ലതെന്നും കണ്ട്. ഞാൻ ഓർമ്മ ഹദീസിന് കൃത്യമായി വരാത്തതുകൊണ്ട് ഞാനത് പറയാത്തത്. അങ്ങനെയുമുണ്ട്. ഈ പള്ളി എന്ന് പറഞ്ഞാൽ ഒരു റക്അത്തിന് 10000 റക്അത്തെന്നും 50000 റക്അത്തിൻ്റെ കൂലി എന്നൊക്കെ മഹാന്മാർ പറഞ്ഞിട്ടുണ്ട്. മദീന പള്ളിയിൽ, അപ്പള്ളിയിൽ ഇഅ്തികാഫ് ഇരിക്കുന്നതിനേക്കാൾ എനിക്ക് നല്ലത്. അപ്പോൾ 10000 50000 റക്അത്തിൻ്റെ കൂലി ഒരു റക്അത്തിന് കിട്ടുന്ന ബഹുമാനപ്പെട്ട മസ്ജിദുൻ നബവിയിൽ ഇഅ്തികാഫ് ഇരിക്കുന്നതിനേക്കാൾ റസൂലുള്ളാഹിക്ക് ഇഷ്ടം എന്തായിരുന്നു? ഒരാവശ്യ നിർവഹണത്തിന് വേണ്ടി ഒരു വ്യക്തിയോട് കൂടെ ഒന്ന് നടന്നു കൊടുക്കുക. നമ്മളൊന്ന് വില്ലേജ് ഓഫീസ് വരെ പോവുക, നമ്മളൊന്ന് പഞ്ചായത്ത് ഓഫീസ് വരെ പോയി കൊടുക്കുക, നമ്മളൊന്ന് മെഡിക്കൽ കോളേജ് വരെ പോയി കൊടുക്കുക. മനസ്സിലായ പറഞ്ഞത്? അങ്ങനത്തെ മനുഷ്യന്മാർ. നമ്മളെ ക്ലാസ്സിൽ വരുന്ന അഷറഫ്, ഞാൻ ഇന്ന് നേരം എടുത്തുകാരുന്നത് പറഞ്ഞു, അഷറഫ് ദീർഘായുസ്സ് കൊടുക്കണം. എന്തുകൊണ്ട്? മെഡിക്കൽ കോളേജിൽ ചെന്നാൽ അതിന് പകരം ഞാൻ ആളില്ല. കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നമ്മളൊരു വിദ്യാർത്ഥിൻ്റെ, അത് അഷറഫാണ്. എത്രയോ കാലം നമ്മളൊപ്പുണ്ട്. ഈ വെള്ളിയാഴ്ചൊന്നും ഓൻ ക്ലാസ്സിൽ വന്നിട്ടില്ല. എന്ത്? ഞാൻ അവനൊരു പണി ഏൽപ്പിച്ചിട്ടുണ്ട്, അവിടെ അറ്റൻഡാവും. മെഡിക്കൽ കോളേജിൽ അവന് പൂച്ച പാസ്സാണ്. ഏതൊരു മനുഷ്യൻ എലി ഓടുക, എന്നാൽ അവന് സുഖമില്ല, തീരെ സുഖമില്ല. ഈ മനുഷ്യൻ അള്ളാൻ്റെ അടുക്കൽ ഇതിനേക്കാൾ വലിയ സേവനം എന്താ? ഈ മനുഷ്യൻ അള്ളാൻ്റെ അടുത്തേക്ക് നമ്മളാരാ? മനസ്സിലായില്ല. നമ്മളെ മുന്നിൽ ഓച്ചാനിച്ച് നിൽക്കുന്ന ഈ വ്യക്തിയും നമ്മളും അള്ളാൻ്റെ കോടതി എത്തിയല്ല. അയാൾ ആര്, നമ്മളാര്? ഈ മനുഷ്യന് ആയിരക്കണക്കായ ആളുകളെ അത്യാസന്ന ഘട്ടത്തിൽ സഹായിച്ച കൂലിയുണ്ട്. നമുക്ക് എന്തുണ്ട്? നമുക്ക് ഈ നിൽക്കുകയും ഇരിക്കുകയും ചെയ്തതല്ലാത്ത എന്താണ്? ഓന് ഫർദിനൊപ്പം നിസ്കരിക്കാൻ തന്നെ നേരം കിട്ടുന്നുണ്ടാവില്ല. എന്തുകൊണ്ട്? ഏതോ ഒരാളെ പിന്നെ എന്താ പറയുക, അയാളെ ഒരു ടെസ്റ്റിനുണ്ട്, എന്നിട്ട് അതിന് നിർത്തിയിട്ടായിരിക്കും നിസ്കരിക്കാൻ പറഞ്ഞിട്ടുണ്ടാവുക. അല്ലെങ്കിൽ അതിൻ്റെ റിപ്പോർട്ട് കിട്ടേണ്ടി വരും. ആ റിപ്പോർട്ട് 1:30 ചെല്ലുന്നുണ്ടെങ്കിൽ ആ റിപ്പോർട്ട് കിട്ടൂല. അപ്പുറത്ത് കൊണ്ടേ കൊടുക്കണു. ഡോക്ടർ ഒപ്പിട്ടാലേ അവർക്കിന്ന് ഡിസ്ചാർജ് ആവുകയുള്ളൂ. അല്ലെങ്കിൽ അതിൻ്റെ അപ്പുറത്തേക്ക് ഒരു ആശുപത്രി സൗകര്യത്തിന് കയറ്റി കൊടുക്കണം. നിങ്ങൾക്ക് പറഞ്ഞാൽ മനസ്സിലാവും. ഒരു ദിവസം ഒരു മനുഷ്യൻ മെഡിക്കൽ കോളേജിൽ പായുന്നതിന് കയ്യും കണക്കില്ല. ആ മനുഷ്യൻ നമ്മളെ ബാക്കിൽ വന്ന് ഉത്തരിക്കുക, ചായയും കടിയും കൊണ്ട് പാഞ്ഞു വരിക നമുക്ക് തരാൻ വേണ്ടി. നമ്മൾ വിചാരിക്കുക നമ്മൾ വലിയ ആളാണ്. അള്ളാഹിൻ്റെ അടുത്തെത്തിയാലോ പറയും. ഈ അഷ്റഫിൻ്റെ ഒരു ഉദാഹരണം പറയാം. അഷ്റഫിൻ്റെ കൂലിയുള്ള ഒരു മനുഷ്യൻ്റെ പേര് പറയും. ഞാൻ കണ്ടിട്ടില്ല. ഒരു ബാഡ്ജുമില്ല, ഒന്നുമല്ല. ഏതെങ്കിലും സംഘടനൻ്റെ ആളോ? അതുമല്ല. നീ സംഘടന ചോദിച്ചാൽ അതല്ല, ഒന്നുമല്ല. കുറച്ചാലത്ത് വാർഡനായിരുന്നു. എവിടെ? കുറച്ച് കാലം വാർഡനായിരുന്നു മെഡിക്കൽ കോളേജിൽ. അപ്പോൾ അവനൊരു അധികാരമുണ്ട് അവിടെ. അവരെ പഴയ ഒരു എംപ്ലോയിയാണ്. അയിമലാണ് ഇപ്പോൾ നോക്കെ. ഇപ്പോൾ ഉദ്യോഗസ്ഥനല്ല. കുറച്ച് കാലം ഉണ്ടായിരുന്നു. പിന്നെ ഒരു രോഗം വന്നു. അപ്പോൾ തൽക്കാലം ഒഴിവ് കൊടുത്തു.
പക്ഷേ സൂപ്രണ്ട് മുതൽ ഡോക്ടർമാർ മുതൽ മെയിൻ ഡോക്ടർമാർ മുതൽ എല്ലാവരും ഇവനെ അറിയും. അതുകൊണ്ട് ദുനിയാവിൻ്റെ നാനാ ഭാഗത്തും ജനങ്ങൾ അവനെ വിളിച്ചാണ് വരിക. ചിലപ്പോൾ എന്തെങ്കിലും ചില്ലറ പൈസ ആണെങ്കിൽ കൊടുക്കും, അല്ലെങ്കിൽ കൊടുക്കൂല. ഇനി കൊടുത്താലെന്ത് ആ പണി ചെയ്യും. ഈ മനുഷ്യൻ അള്ളാഹുവിന്റെ അടുക്കലുള്ള കൂലി എത്ര എടുക്കും? എന്നാൽ ഈ മനുഷ്യനെ നമ്മൾ മനസ്സിലാക്കണമെന്നില്ല. ഒന്നിനും പറ്റാത്ത ഒരു പോയത്തക്കാരൻ, ഒന്നിനും പറ്റാത്തൊരു പോയത്തക്കാരനാണ് നമ്മളെപ്പോലത്തെ അമുക്കുകൾ മനസ്സിലാക്കുന്നത്. അള്ളാഹുവിന്റെ അടുക്കൽ ആരാ? നിങ്ങൾക്ക് പറഞ്ഞ മനസ്സിലാവും. ഓൻ ഇത്തിക്കാഫിലുണ്ടോ? ഇല്ല. ഓൻ സുന്നത്ത് നിസ്കരിക്കാൻ നിൽക്കണ്ടോ? അതുമില്ല. നിസ്കാരം കിട്ടിയെങ്കിലായി, അത്രയല്ലേ ഉള്ളൂ. പക്ഷെ അവൻ്റെ പണിയോ ഈ പള്ളിയിൽ എത്തിക്കാഫിരിക്കുന്നതിനേക്കാൾ, മദീന പള്ളിയിൽ എത്തിക്കാഫിരിക്കുന്നതിനേക്കാൾ എനിക്കിഷ്ടം ഒരാളുടെ ആവശ്യത്തിന് നടന്നു കൊടുക്കലാണെന്ന് മുഹമ്മദ് മുസ്തഫ 1000 റക്അത്ത് ഓർമ്മിപ്പിച്ചു മാഷ്. അങ്ങനത്തെ ഹദീസ് ഞാൻ കണ്ടിട്ടുണ്ട്. പിന്നെ 12 വർഷത്തെ സവാബിനേക്കാളും ഈ കർമ്മത്തിന് സവാബുണ്ടാവും എന്ന് പറഞ്ഞൊരു ഹദീസും ഞാൻ കണ്ടിട്ടുണ്ട്. എൻ്റെ സെനത് എനിക്ക് കൃത്യമായിട്ട് കിതാബ് ഓർമ്മയില്ലാത്തത് കൊണ്ടാണ് പറയുന്നത്. ഈ പറഞ്ഞ ഹദീസ് നേരത്തെ ഞാൻ പറഞ്ഞത് ബൈഹഖിയിലുണ്ട്. മനസ്സിലായില്ല പറഞ്ഞത്? എല്ലാ സിറും അടങ്ങിയതാണ് റസൂലുള്ളാഹിന്റെ ദീൻ. എല്ലാ സിറുയിലുണ്ട്, എല്ലാം ഉണ്ട്. ഒരു രഹസ്യം കൊണ്ട് നാം വിജയിച്ചിരിക്കുന്നു. ബാക്കി അടുത്ത ക്ലാസ്. റസൂലുള്ളാഹിന്റെ ദീനാണ് ഇതൊക്കെ. ഇതെല്ലാം എല്ലാം 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 ഞാൻ പറഞ്ഞു. ഇത് രഹസ്യമാണ്, ദീനെന്ന രഹസ്യം. അതാത് കാലഘട്ടത്തിൽ നമുക്ക് പൊളിച്ച് ഇങ്ങനെ കിട്ടും. അപ്പം നമ്മളത് അനുഭവിക്കും. ദീനൊരു അനുഭവിക്കലാണ്. അള്ളാഹു തആല നമുക്ക് തൗഫീഖ് തരട്ടെ. മനസ്സറിഞ്ഞാമീൻ പറയാം. അള്ളാഹു തൗഫീഖ് തരട്ടെ. ഞാൻ ഒരു വിഷയം, ചില വിഷയങ്ങൾ പഠിക്കണം. എന്തിനാണ്? വേറെ ആൾ പഠിച്ചിട്ടില്ല, പിന്നെ നമ്മൾ പഠിക്കൽ നിർബന്ധമാണ്. അപ്പോൾ പഠിച്ചു നോക്കുക. ചിലപ്പോൾ ജനങ്ങൾ നമ്മളെ ചീത്ത പറയും, എന്നാലും ഏകദേശമൊക്കെ ക്ലിയർ ആയാൽ നമ്മൾ പറയും. ഇപ്പം ജനങ്ങൾ ഉൾക്കൊള്ളാൻ കഴിയാത്തതുകൊണ്ട് ജനങ്ങൾ ചീത്ത പറയും. ആയിക്കോട്ടെ, എന്നാലെന്താ? അതാത് കാലഘട്ടത്തിൻ്റെ ഇത് ഞാനിവിടെ പറയാനുള്ള കാരണം, ഇന്നിപ്പോൾ ഒരു അരവരിമ നിന്നുപോയി. എന്താ കാരണം? റസൂലുള്ളാഹിന്റെ ദീന് സിറാണ്. ഓരോ ജനങ്ങൾക്കും ആ ജഹ്റാവും അതിൻ്റെ ശേഷമുള്ള സിറ് അവർക്കോട്ട് അറിയില്ല. ഇനി എല്ലാ സിറും അറിയുന്ന ഒരാൾ വരാൻ പോകുന്നുണ്ട്. ആര്? മഹ്ദിമ. ആ ആള് നമ്മൾ വെക്കുന്ന അർത്ഥമാവില്ല ഖുർആൻ വെക്കുക. ചിലപ്പോൾ ആ ആള് അലിഫ് ലാം മീം എന്ന് പറഞ്ഞാൽ ഈ ദുനിയാവിലുള്ള എല്ലാ ഇൽമും അതിൻ്റെ ഉള്ളിലുണ്ടാവും. നമ്മൾ അല്ലാഹു അഅലം ബി മുറാദിഹി എന്ന് പോയതാണ്. മനസ്സിലായില്ല? നമുക്ക് അല്ലാഹു അഅലം ബി മുറാദിഹി ശരി തന്നെ, പക്ഷെ വെറുതെ അലിഫ് ലാം മീം ഇറക്കേണ്ട ആവശ്യമില്ലല്ലോ. അതിൽ മീമു അങ്ങനെയല്ലല്ലോ. അങ്ങനെയാണോ? ആയത്ത് തുടക്കണതിന് മുമ്പ് ഒരു കാക്കീക്കൂ. അൽ-ബഖറ അങ്ങനെ തുടങ്ങി കാക്കീക്കൂ. അതാണ് അലിഫ് ലാം മീം. നമുക്കതിൻ്റെ അർത്ഥം അറിയില്ലെന്നേ ഉള്ളൂ. അതിൻ്റെ അർത്ഥം ഈ 6000 ചില്ലാനം ആയത്തിനേക്കാളും വലിയ അർത്ഥമായിരിക്കും അലിഫ് ലാം മീമിൻ്റെ അർത്ഥം. അതറിയുന്ന ആൺകുട്ടിയാണ് ആര്? മദീമാം. അതിൻ്റെ വാതിലാണ് തുറന്നാൽ നമ്മൾ കുറേ താടിക്ക് കൈ പിടിച്ച് ഒത്തിരിക്കും. പഠിച്ചോനെ അപ്പെടുത്തിരിക്കും. മനസ്സിലായിട്ട് പറഞ്ഞത് അതാണ്. അല്ലതത്തിൻ്റെ അർത്ഥം. ചിലർ പറയും അതൊക്കെ ആദ്യ അക്ഷരം അലിഫും ലാമും മീമൊക്കെ ഇതിൻ്റെ ഉള്ളിലുള്ളതെന്ന്. അലിഫും ലാമൊക്കെ മീമൊക്കെയാണ് ഈ ആയത്തിൽ വരാൻ പോണത് എന്നുള്ളൊരു സൂചനയാണ്. അന്തം വിട്ടോനെ, ഈ ചിള്ള ബൈക്ക് ബസ്സിന് പോയാൽ പോലും അക്കിൽ കിട്ടൂ. അതാണ് അലിഫ് ലാം മീം. നൂൻ സ്വാദ് കാഫ യാ ഐൻ സ്വാദ്. എന്താണത്? ഓണം. അതിൻ്റെ രഹസ്യം പിശാചിനെ സിഹർ ബാത്തിലാക്കണ ഏറ്റവും വലിയ വാക്കത. അപ്പം എന്തോ ഉണ്ട്. കാഫ യാ ഐൻ സ്വാദ് ശൈത്താൻ പേടിക്കും. ഹമീം ശൈത്താൻ പേടിക്കും. ഹമീം ശൈത്താൻ പേടിക്കും. കാഫ യാ ഐൻ സ്വാദ് ശൈത്താൻ ഭയങ്കര പേടിയാണ്. എന്തുകൊണ്ട്? ഞമ്മക്കതൊരു വാക്കാം. അല്ലാഹു അഅലം ബി മുറാദിഹി. കുറേ കാഫായും അത്രയേ ഉള്ളൂ. പക്ഷെ അതിൻ്റെ ഒരു ഉള്ളുണ്ട്. അത് ശൈത്താന് അതിൻ്റെ ആജാതി മിസൈലും അവൻ്റെ മേലേക്ക് തറക്കുണ്ടാവും എന്ന് പറയുമ്പോൾ യാസീൻ യാസീൻ. പിന്നീടുള്ള ആ 80 ചില്ലാൻ ആയത്തിന് മേലെയാണ് എന്ത്? ഒരു യാസീൻ. എന്താണ് നമുക്കറിയില്ല. നമുക്കറിയാത്തതുകൊണ്ട് വിവരമില്ല എന്നതിൻ്റെ അർത്ഥം. അല്ലാഹു അഅലം ബി മുറാദിഹി. നല്ല ചുരുക്കുള്ള വർത്താനം. അല്ലാഹു അഅലം ബി മുറാദിഹി. ഇതിൻ്റെ മുറാദ് അള്ളാഹ്ക്കേ അറിയുള്ളൂ. ആയിക്കോട്ടെ, അള്ളാഹ്ക്ക് അറിയും. പക്ഷെ അള്ളാഹ് അറിയിച്ചു കൊടുക്കുന്നവർക്ക് അറിയും.
മഹ്ദി ഇമാം വന്നാൽ ചിലപ്പോൾ ഈ 3-4 പദം കൊണ്ടായിരിക്കും കളി മുഴുവൻ. അപ്പം നമ്മൾ പോലത്തെ നമ്മളെ മുൻഗാമികൾ പറയാത്ത അർത്ഥം പിൻഗാമിന്ന് പറയും. മുൻഗാമിയേക്കാൾ വലിയ പിൻഗാമി, വക്കീലിനേക്കാൾ വലിയ ആളല്ലേ ഷാഫി ഇമാം. വക്കീൽ മുൻഗാമി, ഷാഫി മുൻഗാമിയ. ആരാ ഇമാമ്? എന്താണടാ അന്തം വിട്ടിരിക്കുന്നത്? വക്കീലാണ് ഉസ്താദ് ആരുടെ? ഷാഫി ഇമാമിൻ്റെ. ആരാ വലിയ ആള്? ഇമാം ഷാഫി. ഇമാം ഷാഫിൻ്റെ രോമകുത്തിനുണ്ടോ വക്കീൽ? പക്ഷെ വക്കീൽ ഉസ്താദ് തന്നെയാണ്. മുൻഗാമി എന്നൽക്ക് പ്രാധാന്യം തന്നെയാണ്. പക്ഷെ ഇൽമാരുടെ കയ്യിലാണ്, പിൻഗാമിൻ്റെ കയ്യിലാണ്. മുൻഗാമിക്ക് അറിയാത്ത കഴിയുമ്പോൾ പിൻഗാമിൻ്റെ കയ്യിലാണ്. അള്ളാന്റെ വള എങ്ങനെയാണ്? എന്തിനാ ബേജാറാണ്? ആകും. അവരുടെ ഉസ്താദ് ഹമ്മാദ് എന്നോവർ. ഹമ്മാദാണ് ഉസ്താദ്. ഓഫ്സുലാമിൻ്റെ വലിയ ആളാരാ? ഷെയ്ഖ് അബ്ദുൽ ഖാദർ. അവരുടെ ഉസ്താദ് ഹമ്മാദ് എന്നോവർ. ഹമ്മാദാണ് ഉസ്താദ്. പക്ഷെ ഹമ്മാദും ഷെയ്ഖ് അബ്ദുൽ ഖാദറും നോക്കിയാൽ ഹമ്മാദ് എന്ന ഉസ്താദിനെ ആരും അറിയുന്നില്ല. എന്ത് അതിലും വലിയ ആളാണ് ആര്? ഷെയ്ഖ് അബ്ദുൽ ഖാദർ. പിൻഗാമി വലിയ ആളാണ്, മുൻഗാമി ചെറിയ ആളാണ്. എന്ത് ഇതിവിടെ കണ്ണി കൊടുക്കേണ്ട ബാധ്യത ഉണ്ടാവുള്ളൂ. 10 ആൾ ഓടുന്നൊരു റിലേ ഓട്ടത്തിൽ ഏറ്റവും ഓട്ടം കുറഞ്ഞോനാണ് 1ാമത്തെ റൗണ്ടിലാക്കുക. ഏറ്റവും ഫാസ്റ്റസ്റ്റ് ആയ ആളെയാണ് ലാസ്റ്റ് ആക്കുക. അതെ നടിയിലൊക്കെ സ്ലോ ആയ ആളുകളൊക്കെ കയറ്റും. അങ്ങനെയാണ്. ഓരോ ഉത്തരവാദി അസ്ഥിക്ക് അത്യാൾക്ക് കൊടുക്കുക, അത്രയേ ഉള്ളൂ. അസ്ഥിക്ക് അടുത്ത ആൾക്ക് കൈമാറാത്ത ഒരു ഉത്തരവാദിത്വം. മനസ്സിലാണ്ട് പറഞ്ഞു. ഏറ്റവും ഹൈ സ്പീഡിൽ ഓടുന്ന ആൾ ലാസ്റ്റ് കയറി വരും. രാവിലെ പറഞ്ഞ മാതിരി ആദ്യം അവസാനം നല്ല ഓട്ടക്കാരൊക്കെ നടുവിലൊക്കെ അഡ്ജസ്റ്റ് ചെയ്യും. അങ്ങനെയാണ്. അപ്പൊ എന്നതുപോലെയാണ് ദീനും അങ്ങനെ തന്നെയാണ്. ഓരോരോ കാലഘട്ടത്തിലേക്കുള്ള വിജ്ഞാനം ആ കാലഘട്ടത്തിൻ്റെ ആവശ്യത്തിന് വേണ്ടി ഖുർആന്റെ അക്ഷരങ്ങളുടെ മണിച്ചപ്പിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഒതുക്കി വെച്ചിട്ടുണ്ട്. അത് കണ്ടെടുക്കാൻ അല്ലാഹു തൗഫീഖ് ചെയ്തവർക്ക് കഴിയും. അതിൽ ഏറ്റവും വലിയ മുവഫ്ഫഖാണ് ആര്? ഇമാം മഹ്ദി റളിയല്ലാഹു അൻഹു. ഞാൻ ഒരു വിഷയം പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ലോകാവസാനത്തെ പറ്റിയുള്ള വളരെ ഗൗരവമായ ഒരു വിഷയം ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇൻഷാ അല്ലാഹ് ഈ കൊല്ലം പറയും. അല്ലാഹു തൗഫീഖ് തരട്ടെ. അല്ലാഹു തആല അവൻ്റെ മുത്തഖീങ്ങളായ നേര് മനസ്സിലാക്കി നേരിനെ പിൻപറ്റി നേരിൻ്റെ അനുയായികളാണ്. അല്ലാഹു നമുക്ക് തൗഫീഖ് തരട്ടെ. റബ്ബനാ അലൈക തവക്കൽനാ വ ഇലൈക അനബ്നാ. അന്നത്തെ ക്ലാസ്സിൻ്റെ മർമ്മം മനസ്സിലാക്കുക. എന്ത് റമളാൻ എന്നാൽ ഈ ഉണ്ടാക്കിയിട്ട് തിന്നലല്ല. എൻ്റെ വീട്ടിലുള്ള എൻ്റെ മരത്തിൻ്റെ ചുറ്റും ചിലപ്പോൾ ഉറുമ്പുണ്ടാവും. ഉറുമ്പിന് ഒരു 10 അരിമണി ഇട്ട് കൊടുത്തണം. അതിലും റഹ്മത്തുണ്ട്. മാറസല്ലാക്കയില്ല റഹ്മത്തുൽ ലിൽ ആലമീൻ. ചെറിയ ഉറുമ്പിൻ്റെ അതിൽ 10 അരിമണി ഇട്ട് ഒയ്മിൻ ഷൈൻ. ആ അരിമണി കിട്ടിയപ്പോൾ ആ തസ്ബീഹ് കൂലി എൻ്റെ റെക്കോർഡ് വരും. ഒയ്മിൻ ഷൈഇൻ ഇല്ലാ യുസബ്ബിഹു ബിഹംദി. ഒരു കുളത്തിൻ്റെ പോയപ്പോൾ ആ കുളത്തിൽ മീനുണ്ടാവും. കുറച്ച് പറ്റിട്ടെടുത്ത മനസ്സിലാണ്ട് പറഞ്ഞത്. കടിക്കുന്ന നായക്ക്, കടിക്കാത്ത നായക്ക്, അതിനൊക്കെ ഇമാം മാലിക് റളിയല്ലാഹു അൻഹു മദീനയിലെ നായകളെ ചികിത്സിച്ച ആളാണ് ഇമാം മാലിക് റളിയല്ലാഹു അൻഹു. മദ്ഹബിൻ്റെ കൂട്ടത്തിൽ നായകളോട് ഏറ്റവും കരുണ കാണിച്ച മദ്ഹബ് മാലിക്കിയാണ്. മാലിക് ഇമാമ് വെച്ച് കെട്ടും കൊണ്ടിട്ട് കാലൊടിഞ്ഞ നായകളെയൊക്കെ വെച്ച് കെട്ടി ചികിത്സിക്കും. ആര്? ഇമാം മാലിക്. എവിടുത്തെ മുദരിസ? മദീന പള്ളിയിലെ മുദരിസ. ഷാഫി ഇമാമിൻ്റെ ഉസ്താദാണ്. അതാണ് ദീന്. റബ്ബന പൂച്ചക്കുട്ടി ഹനഫി ഇമാം റളിയല്ലാഹു അൻഹുവിൻ്റെ വലിയ കുപ്പായ കമീസിന് വലിയ പിന്നെ കയ്യാണ്. അപ്പോൾ ഒരു ദിവസം അവർ കയ്യും വെച്ച് കടന്നു തുടങ്ങിയപ്പോൾ പൂച്ചക്കുട്ടി അതിൻ്റെ മേലെ കയറി വാങ്ങി. പിന്നെ ഉണർന്ന് കളിക്കുമ്പോൾ ഇവിടുന്ന് കുറുകുറുന്ന് ശബ്ദം. എൻ്റെ ശിഷ്യന്മാരോട് കത്തിരി കൊണ്ടുവരാൻ വേണ്ടി പറഞ്ഞു. കത്തിരി കൊണ്ടുവന്നിട്ട് എന്ത് ചെയ്തു? കൈ വെട്ടി. ഇവിടെ എങ്ങനെയാണ് കയ്യിൻ്റെ ഇവിടുത്തെ ഈ ശീല ഇവിടെ വെട്ടിയിട്ട് മെല്ലെ കയ്യിൽ നിന്ന് വലിച്ചെടുത്ത് പോയി ഓതോടുത്ത് നിസ്കരിച്ച് വന്ന് എല്ലാം കഴിഞ്ഞ് നോക്കുമ്പോൾ പൂച്ചക്കുട്ടി എണീറ്റ് പോയിട്ടുണ്ട്. പിന്നെ അതെടുത്ത് തുന്നി പിടിപ്പിക്കുകയും ചെയ്തു. എന്ത്? എൻ്റെ നിസ്കാരത്തിനേക്കാളും വലുതാണ് എന്ത്? പൂച്ചൻ്റെ ഉറക്കം. ഇതാണ് ഇമാമുൽ ആളം. ആ ആളെയാണ് ലോകം എന്ത് വിളിക്കുന്നത്? ഇമാമുൽ ആളം അബൂ ഹനീഫ റളിയല്ലാഹു. എങ്ങനെ ഉണ്ടാകും കുട്ടി?
അതാണ് ദീൻ, റസൂലുള്ളാഹിന്റെ ദീൻ. അത് ഏത് ഹിന്ദു ക്രിസ്ത്യാനി അങ്ങനെ കണക്കൊന്നുമില്ല. കരുണക്കർഹരാണ് എല്ലാവരോടും കരുണ കാണിക്കണം. അത് ഹിന്ദുവാണ്, അത് ക്രിസ്ത്യാനിയാണ്, അങ്ങനെയൊന്നും പറയരുത്. അത് ഹിന്ദുവാണ്, അത് ക്രിസ്ത്യാനിയാണ്, അത് നിരീശ്വരവാദിയാണ്, കരുണക്ക് അർഹരാണ്. എല്ലാവരും കരുണക്ക് അർഹരാണ്. അവരോട് കരുണ കാണിക്കുക എന്നതാണ് ഒരു മതവിശ്വാസി എന്ന നിലയിൽ നിന്റെ ഉത്തരവാദിത്വം. നിനക്ക് അല്ലാഹു മതം തന്നിട്ടുണ്ട്, നിനക്കൊരു വേദഗ്രന്ഥമുണ്ട്, നിനക്കൊരു പ്രവാചകനുണ്ട്, നിനക്കൊരു നബിയുണ്ട്, മുത്ത് മുഹമ്മദ് മുസ്തഫ. അപ്പോൾ ആ ഒരു ബോധം നിന്റെ ഉള്ളിൽ രൂഢമൂലമാവുക എന്നതാണ് യഥാർത്ഥ മതവിശ്വാസം. അവിടെ അവൻ ഹിന്ദുവല്ലേ, അവൻ പൂച്ചല്ലേ, അവൻ ക്രിസ്ത്യാനിയല്ലേ, അവൻ മറ്റേതല്ലേ, അവൻ മറിച്ചതല്ലേ, അവൻ പെണ്ണല്ലേ, ഇതാണല്ലേ, ഇതൊന്നുമല്ല നിന്റെ ഉത്തരവാദിത്വം. നിന്റെ ഉത്തരവാദിത്വം അവരോട് എങ്ങനെയൊക്കെ നിന്റെ ദേഹം അവരുടെ നന്മക്കും ഗുണത്തിനും വേണ്ടി സമർപ്പിക്കാനാവുമോ. അവൻ കമ്മ്യൂണിറ്റേറിയനല്ലേ, അവൻ നേതാവല്ലേ, അവൻ മറ്റതല്ലേ, അവൻ മറിച്ചതല്ലേ എന്ന്. അതൊന്നല്ല നിന്റെ ഉത്തരവാദിത്വം. നിന്റെ ഉത്തരവാദിത്വം അവരോട് കാണിക്കുന്ന കരുണയും അവരോട് കാണിക്കുന്ന സ്നേഹവായ്പും അവരോട് കാണിക്കുന്ന മാന്യമായ സ്വഭാവവും, അതാണ് നിന്റെ ഉത്തരവാദിത്വം. റബ്ബന ആതിനാ ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ വഅദ്ഖിൽനൽ ജന്നത മഅൽ അബ്റാർ യാ അസീസ് യാ ഗഫാർ ബിറഹ്മതിക യാ അർഹമർ റഹീം. ഭാഷയ മുഖത്ത് ഇൻഫെക്ഷനും പുണ്ണും കാരണം ഹോസ്പിറ്റലിൽ അഡ്മിറ്റാണ്. എല്ലാം പെട്ടെന്ന് ഷിഫയാക്കാൻ ദുആ ചെയ്യാൻ എൻ്റെ സൂഫി ക്ലാസ്സിലേക്ക് 101 രൂപ. മമ്പാട് നിന്നും ഒരു സഹോദരി. അല്ലാഹ് ഷിഫ നൽകണമേ റബ്ബേ, അവർക്ക് ഷിഫ നൽകണമേ റബ്ബേ, അവർക്ക് ഷിഫ നൽകണമേ റബ്ബേ, അവർക്ക് ഷിഫ നൽകണമേ റബ്ബേ, അവർക്ക് ഷിഫ നൽകണമേ റബ്ബേ, ഷിഫ നൽകണമേ റബ്ബേ, സമ്പൂർണ്ണ ശിഫ നൽകണമേ റബ്ബേ, സമ്പൂർണ്ണ ശിഫ നൽകണം. ഹംസ തൊടുമ്പോൾ 251 രൂപ. അദ്ദേഹത്തിൻ്റെ ഹലാലായ ഉദ്ദേശ്യങ്ങൾ സാധിപ്പിക്കും. ഖൈറും റഹ്മത്തും ദുനിയാവിലും ആഖിറത്തിലും അദ്ദേഹത്തിന് തുറന്നു കൊടുക്കുകയും ചെയ്യണമേ റബ്ബേ. ഷാൻ തൊടുപുഴ 101 രൂപ. അള്ളാഹു അവർക്ക് പ്രത്യേക റഹ്മത്ത് ചെയ്യുകയും സന്തോഷത്തിലാക്കി അദ്ദേഹത്തെയും കുടുംബത്തെയും, അദ്ദേഹത്തിൻ്റെ പിതാവ് ഇടക്കിടക്ക് എനിക്ക് വിളിക്കുന്നതാണ്, അദ്ദേഹത്തിനും പിതാവിനും ഒക്കെ കുടുംബത്തിനും ഖൈറും റഹ്മത്തും ഏറ്റി തുറന്നു കൊടുക്കണമേ റബ്ബേ. ആമീൻ ആമീൻ ബിറഹ്മതിക യാ അർഹമ.